ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് മരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് രാത്രി ഉറങ്ങുമ്പോൾ ഒരു ചെറിയ എറുമ്പ് കടിക്കുന്ന വേദന വന്നാൽ മതി, സുബഹിയായാൽ നമ്മളൊന്ന് ഡോക്ടറെ പോയി കാണും, സ്കാൻ ചെയ്യും, റിസൾട്ട് വാങ്ങും. മനസ്സിലെ പേടിയാണ്. ഒരു ചെറിയ വയസ്സിൽ തന്നെ ഒരു മുട്ടുവേദനയോ നടുവേദനയോ വന്നാൽ നമ്മളൊക്കെ ബേജാറാകുന്നു. ഉടനെ ഡോക്ടറെ പോയി കാണും, ചികിത്സിക്കും, മരുന്ന് വാങ്ങും. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ പൈസ ഒന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി നമ്മളത് നടത്തും. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ കുടുംബം പട്ടിണിയാവും, ഭാര്യയും മക്കളുമൊക്കെ അനാഥരായി മാറും, നമ്മുടെ ബിസിനസ്സുകൾ തകരും. അതിനെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര പണം മുടക്കിയിട്ടാണെങ്കിലും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മളൊക്കെ റെഡിയാണ്. എന്നാൽ വിശ്വാസികളായ ഞാനും നിങ്ങളും ഈ ശരീരത്തെക്കാളേറെ സംരക്ഷണം കൊടുക്കേണ്ട ഒരു വസ്തുവാണ് നമ്മുടെ ഈമാൻ, വിശ്വാസം. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടോ, എത്ര ജാഗ്രത കാണിക്കുന്നുണ്ടോ, ആ ഒരു ജാഗ്രത, ആ ഒരു സൂക്ഷ്മത പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മൾ കാണിക്കാറില്ല. ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദുനിയാവാണ് നഷ്ടപ്പെടുക. വിശ്വാസത്തിന് അപാകത വന്നാൽ, വ്യതിയാനം സംഭവിച്ചാൽ എന്നെന്നും ശാശ്വതമാകുന്ന പരലോകമാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി, അതിനെയാണ് നമ്മളൊക്കെ സംരക്ഷിക്കേണ്ടത്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രക്രിയയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഈമാൻ എന്നാണ് അറബിയിൽ അതിന് പറയാ. ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം അത്തസ്ദീഖ് എന്നാണ്. അത്തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി, അഥവാ ഒരു കാര്യം സത്യമാണ് എന്ന് സമ്മതിക്കാം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്, ചില പണ്ഡിതന്മാരൊക്കെ കുറച്ച് വിശാലമായ അർത്ഥം പറഞ്ഞു. വിശ്വാസം എന്നത് ഹുവ തസ്ദീഖു വൽ ഇഖ്റാറു വൽ ഇൻഖിയാദ് എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് സത്യപ്പെടുത്തലാണ്, സമ്പൂർണമായി അനുസരിക്കലാണ് ഈമാൻ. വൽ ഇൻഖിയാദ്, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈമാൻ. ശർഈയായി പറഞ്ഞാൽ, മതപരമായി കൊണ്ട് പറയുകയാണെങ്കിൽ ഹുവ ഖൗലുൻ ബിൽ ലിസാൻ വൽ ഇഅ്തിഖാദുൻ ബിൽ ഖൽബ് വഅമലുൻ ബിൽ ജവാരി യസീദു ബിത്ത്വാഅതി വയൻഖുസു ബിൽ മഅസിയ. നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹുവ ഖൗലുൻ ബിൽ ലിസാൻ ആണ്, അത് നാവ് കൊണ്ടുള്ള ചൊല്ലലാണ്.
അത് നാവ് കൊണ്ട് ഒരാൾ ചൊല്ലിയാലേ അയാളെ ഈമാന് പൂർത്തിയാവുള്ളൂ. നാവ് കൊണ്ട് ചൊല്ലിയാൽ മാത്രം പോരാ, വയഅ്തിഖാദും ബിൽ ഖൽബ്, അത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. ഹൃദയം കൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാവ് കൊണ്ട് ഒരാൾ ചൊല്ലണം. മൂന്നാമത് വഅമലും ബിൽ ജവാരിഹ്, അത് മനസ്സിൽ വിശ്വസിച്ചിട്ട് തന്റെ നാവുകൾ കൊണ്ടൊരാള് അത് ചൊല്ലിക്കഴിഞ്ഞാൽ വഅമലും ബിൽ ജവാരിഹ്, അതനുസരിച്ച് അവന്റെ അവയവങ്ങൾ കൊണ്ട് അവന്റെ ശരീരം കൊണ്ട് അവൻ പ്രവർത്തിക്കും വേണം. അപ്പോഴേ ഒരാളെ ഈമാൻ പൂർത്തിയാകുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാവ് കൊണ്ടൊരാൾ ചൊല്ലിയത് കൊണ്ട് വിശ്വസിയാവൂല. അത് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി മനസ്സിന്ന് ഒരാൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലി ഒരാൾ പിന്നെ വെറുതിരിക്കല്ല, അവന്റെ അവയവങ്ങൾ കൊണ്ട് അവന്റെ ശരീരം കൊണ്ട് അവനത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. എന്താണ് ഈമാൻ? യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ, അനുസരണം കൊണ്ട് ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിൽ മഅസിയ, ധിക്കാരം കാരണം ഈമാൻ കുറയും ചെയ്യും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാളുടെ കൈകൊണ്ട് തൊടാനോ കണ്ണുകൾ കൊണ്ട് കാണാനോ സാധിക്കാത്ത ചില കാര്യങ്ങൾ ചില ഉറപ്പിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കാം. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. തെളിമയാർന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുതും വലുതുമായ പാഠങ്ങൾ പഠിപ്പിക്കുന്ന മത ഇസ്ലാം. നോക്കി, ഇസ്ലാമിലെ ഏതു കർമ്മത്തിന്റെ പിന്നിലും ഉറച്ച വിശ്വാസമുണ്ടെന്ന സത്യമാണ്. അഥവാ വ്യാജ വിശ്വാസ ആശയങ്ങളിൽ നിന്ന് തികച്ചും അതിനെ വ്യതിരിക്തമാക്കുന്നത് ഏത് കർമ്മത്തിന്റെ പിന്നിലും ഒരു ഉറച്ച വിശ്വാസമുണ്ട് എന്ന സത്യം കൊണ്ടാണ്. ഈ ഒരു വസ്തുത ഉൾക്കൊള്ളുന്നതിലൂടെയാണ് ഒരാള് യഥാർത്ഥ ഈമാനുള്ളവനായി തീരുക, വിശ്വാസിയായി തീരുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. വറസൂലിഹി, അവന്റെ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അവന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, അവർക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച കിതാബുകളിൽ നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവണം, റസൂലിൽ വിശ്വാസം വേണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിയ ഖുർആനിൽ വിശ്വാസം ഉണ്ടാവണം, അതിന്റെ മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവണം. വമൻ യക്ഫുറു ബില്ലാഹ്, ആര് അള്ളാഹുവിൽ നിഷേധിക്കുന്നുവോ, അള്ളാഹുവിനെ ആര് നിഷേധിക്കുന്നുവോ, വമലായികതിഹി, അവന്റെ മലക്കുകളെയും, വകുതുബിഹി, അവന്റെ കിതാബുകളെയും, വറസൂലിഹി, അവന്റെ പ്രവാചകന്മാരെയും, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെയും ആര് നിഷേധിക്കുന്നുവോ, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവന് വിദൂരമായ വഴികേടിലാണ് ആ മനുഷ്യൻ ചെന്നു പതിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പറയുക സാധ്യമല്ല. തന്റെ കണ്ണുകൾ കൊണ്ടൊരാൾ കണ്ടതും അവൻ കൈകൊണ്ട് സ്പർശിച്ചതും മാത്രമേ ഞാൻ വിശ്വസിക്കൂന്ന് ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റൂല. എന്താ വിശ്വാസികളുടെ പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞെന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന, വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർ യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഈമാനുള്ള ആളുകൾ. വയുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുള്ള റിസ്കിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന് അവർ ചെലവാക്കുന്നവരാണ്.
അപ്പൊ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവനാണ് വിശ്വാസിയായിട്ട് തീരുക. പിന്നെയോ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽആഖിറതി ഹും യൂഖിനൂൻ. അക്കൂട്ടരാ യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, പ്രവാചകരെ താങ്കളിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ് അവര്. വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് അവര്. ഇതൊക്കെ ഗൈബിയായ വിശ്വാസമാണ്, മറഞ്ഞ കാര്യങ്ങളാണ്. വബിൽആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വാസമുള്ളവരാണ്. ആ കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ അവർ ഖുർആൻ കണ്ട ആൾക്കാരാണ്. അതിന്റെ മുമ്പുള്ള സമുദായം അവര് അവരുടേതായ ഗ്രന്ഥങ്ങൾ കണ്ട ആളുകളാണ്. എന്നാൽ പരലോകം അല്ലേ, വബിൽആഖിറതി ഹും യൂഖിനൂൻ, എന്നാ വബിൽആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണെന്ന് അല്ലെ. പരലോകത്തിൽ വിശ്വാസം ഉണ്ടെന്നല്ല പറഞ്ഞത്. എന്താ യൂഖീൻ, യഖീൻ എന്താ? ദൃഢമായ വിശ്വാസമാണ്. പരലോകമുണ്ട്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊരാള് വിശ്വസിക്കല് പ്രിയമുള്ളവരെ ഗൈബിയായ വിശ്വാസമാണ്. അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾക്കും വാദിക്കാൻ പറ്റൂല. അങ്ങനെ വിശ്വസിച്ചാല് ആ മനുഷ്യൻ ഈമാനില്ലാന്ന്. നോക്ക് നിങ്ങള്, അള്ളാഹുവിനെ നമ്മളാരും കണ്ണുകൊണ്ട് കാണുന്നില്ല, എന്നിട്ടും വിശ്വാസികൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്. മലക്കുകളെ നമ്മളാരും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു മലക്കുണ്ടെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തല്ലാതെ വേറൊരാളും പ്രവാചകനെ കണ്ടിട്ടില്ല അതിനുശേഷം. പക്ഷെ നമ്മൾ പ്രവാചകൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാണ്. പിശാച്, ജിന്ന്, സ്വർഗം, നരകം, ഇതൊന്നും പ്രിയമുള്ളവരെ നമ്മളാരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്കതിൽ പൂർണ്ണമായ വിശ്വാസമാണ്. അതാണ് യഥാർത്ഥമായ ഈമാൻ എന്ന് പറഞ്ഞാൽ. അൽ ഈമാനു അൻ തുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, വമലായികതിഹി, അവന്റെ മലക്കുകളിൽ, വബിലിഖാഇഹി, ആ റബ്ബിനെ കണ്ടുമുട്ടുമെന്നതിൽ വിശ്വാസം, വറുസുലിഹി, ആ പ്രവാചകന്മാരിൽ, വതുഅ്മിനു ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് ഉണ്ട്, വരാനുണ്ട് എന്ന വിശ്വാസം. ഇതൊക്കെ ഗൈബിയായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോഴാണ് ഇതിലൊരാള് വിശ്വസിക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥമായ മുഅ്മിനാണെന്ന് പറയാ. എങ്ങനെ? അവന്റെ നാവ് കൊണ്ടവൻ അത് ചൊല്ലണം, അവന്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായ ദൃഢമായ വിശ്വാസം വരണം. എന്നിട്ട് അവൻ അതുകൊണ്ട് അവന്റെ അവയവങ്ങൾ കൊണ്ട്, അവന്റെ ശരീരം കൊണ്ട് അവൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോഴൊരാൾ ഈമാന് പൂർത്തിയാക്കുക. നോക്കൂ നിങ്ങളെ, ഒരുപാട് വിശ്വാസത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. നോക്കൂ നിങ്ങളെ, മലക്കുകള് ബദർ യുദ്ധത്തിന്റെ സമയത്ത് മലക്കുകള് അവിടെ വന്നു. സ്വഹാബാക്കൾ ആരും മലക്കുകളെ കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിആസ നടത്തിയ സന്ദർഭം, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെ 1000 മലക്കുകൾ അയച്ചുകൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? ബദറിൽ നിങ്ങളെ സഹായിച്ചു. പക്ഷെ ബദറിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ട് എന്ന്, മലക്കുകൾ മുഖേന അള്ളാഹുവിന്റെ സഹായമുണ്ടെന്ന് സ്വഹാബാക്കൾക്ക് അറിയാം, അവർ മനസ്സിലാക്കി. പക്ഷെ അവരാരും സ്വഹാബാക്കളെ, മലക്കുകളെ ഒരു സ്വഹാബിയും അവിടെ വെച്ച് കണ്ടിട്ടില്ല. എന്നാ പിശാച് കണ്ടു. ഇല്ല, സുറാഖത്തിന്റെ വേഷത്തില് ബദറിൽ പ്രിയമുള്ളവരെ പിശാച് വന്നിട്ടുണ്ട്. പിശാച് എന്ത് ചെയ്തു? അവർക്ക് അവരുടെ പ്രവർത്തികളെ ഭംഗിയായി പിശാച് കാണിച്ചു കൊടുക്കുകയാണ്. സൂറത്ത് അൻഫാലിലെ 48-ാമത്തെ ആയത്തിൽ കാണാം. എന്നിട്ട് അവന് പിശാച് പറയാണ്, ഇന്ന് മനുഷ്യരിൽ നിന്ന് ആരും നിങ്ങളെ ജയിച്ചടക്കൂല എന്നാണ്, ഞാൻ നിങ്ങൾക്ക് സഹായിയായിട്ടുണ്ടാകുന്നു. വിശ്വാസികളുടെ അടുത്ത് വന്നിട്ട് പിശാച് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങളൊരിക്കലും അതിജയിക്കാൻ ശത്രുക്കളെ കൊണ്ട് പറ്റൂല, നിങ്ങൾ തന്നെ ജയിക്കുള്ളൂ.
രണ്ട് സംഘങ്ങളും ബദറിൽ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈഹി എന്നാണ്. രണ്ടു സംഘങ്ങള് ബദറിൽ പരസ്പരം കണ്ടുമുട്ടിയപ്പോഴേ ശൈത്താൻ എന്ത് ചെയ്തു പറയുന്നത്? ശൈത്താൻ നേരെ പിന്നിക്കണ്ട് വലിഞ്ഞു. ആ സൈന്യത്തിന്റെ ആധിക്യവും ആ ശത്രുക്കളുടെ സൈന്യത്തിന്റെ ആധിക്യവും ഓലെ ആ വരവും കണ്ടപ്പോ പിശാചി നേരോട് വലിയന്. പിശാചി പറഞ്ഞു, വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന, തീർച്ചയായും ഞാൻ നിങ്ങളിൽ നിന്നുള്ള ഉത്തരവാദിത്വം ഞാൻ ഒഴിയാണ്. ഇനി നിങ്ങളെ മേലിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ കാണാത്ത ചിലത് ഞാൻ കാണുന്നുണ്ട്. എന്താണ്? ബദറിൽ അല്ലാഹു തആല മലക്കുകളെ ഇറക്കി. മലക്കുകളെ ഇറക്കിയപ്പോ എന്ത് ചെയ്തു? പിശാചി പേടിച്ചിട്ട് പറയാണ്, ഇനി ഞാൻ ഒന്നുമില്ല, ഞാൻ ചില നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വഇന്നി അഖാഫുള്ള, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു അവന്റെ ശിക്ഷാ നടപടി അതികഠിനാണ്. സുറാഖയുടെ വേഷത്തില് പ്രിയമുള്ളവരെ ശൈത്താൻ വന്നിട്ട് മുസ്ലിമീങ്ങളോട് പറയാണ്. ഇത് സ്വഹാബാക്കൾ വിശ്വസിച്ചു, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം, എങ്ങനെ ഒട്ടകം ഉണ്ടായത്? സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അവർ ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങൾക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ പാറയിൽ നിന്ന് ഒരു ഒട്ടകം വരികയാണ്. അവിടെ ബീജമില്ല, സിക്താണ്ടല്ല, ഒന്നുമില്ല. ഒരു ഒട്ടകം പാറക്കുള്ളിൽ നിന്ന് ഉണ്ടാകുക. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ടടിച്ചപ്പോ 12 അരുവികളാണ്. ഒരു പാറയിൽ തന്റെ വടി കൊണ്ടടിച്ചപ്പോ 12 അരുവികളാണ് ആ പാറയിൽ നിന്ന് പൊട്ടി ഒഴുകുന്നത്. ലോക മുസ്ലിമീങ്ങൾ ഇത് വിശ്വസിക്കാണ്. വടി നിലത്തിട്ടപ്പോ പാമ്പായി മാറിയ സംഭവം, കൈ കക്ഷത്തിൽ വെച്ച് അതെടുത്തപ്പോ ആ കൈ പ്രകാശിച്ച വിഷയം, വടികൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം കടലിലടിച്ചപ്പോ കടല് 2 ഭാഗത്തേക്കായി പിളർന്ന് ഒരു ഉണങ്ങിയ വഴി അതിലൂടെ പ്രത്യക്ഷപ്പെട്ട് മൂസാ നബിയും സംഘവും അതിലൂടെ രക്ഷപ്പെട്ട വിഷയം അല്ലെ. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്റാവും മിഅ്റാജും പോയി. ഇതൊക്കെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് വിശ്വസിക്കാത്ത ഒരാള് ഇസ്ലാം എന്ന് പുറത്തു വേണം. ഇതിലൊരാൾക്ക് എവിടെയെങ്കിലും ഒരു അണുത്തൂക്കം ഇതിൽ സംശയം ഉണ്ടായാല് അയാൾ ഈമാൻ എന്ന് പുറത്താണ്. എന്തുകൊണ്ടത് വിശ്വാസമായി മാറിയത്? എന്തുകൊണ്ടാ പ്രിയമുള്ളവർ ഇത് വിശ്വാസമായി മാറിയത്? ഇതൊക്കെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടുവന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ ഇതൊക്കെ നിങ്ങൾ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ പറഞ്ഞു നോക്കേണ്ടി. മൂസാ നബി ഒരു പാറമ്മ വടി കൊണ്ടടിച്ചപ്പോ 12 അരുവി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞാല് മറ്റു മതത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം എന്നറിയും. പ്രവാചകൻ ഒരൊറ്റ രാത്രി കൊണ്ട് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തില് ഒരൊറ്റ രാത്രിയിൽ ഇസ്റാഖ് മിഅ്റാജ് യാത്ര നടത്തിയെന്ന് ഒരു അമുസ്ലിമായ ഒരാളോട് പറഞ്ഞാല് ഓൻ പറയും അത് മുസ്ലിങ്ങളെ അന്ധവിശ്വാസമാണെന്ന് പറയും. ഇത്തരം വികല വിശ്വാസങ്ങളെ പ്രിയമുള്ളവരെ, മറ്റുള്ള മതസ്ഥരുടെ വികലമായ വിശ്വാസങ്ങളെ പരിഹസിക്കാനും ഒരു വിശ്വാസിക്ക് പാടില്ല. അതിനെ പരിഹസിക്കാനോ അതിനെ കളിയാക്കാനോ. എന്നാൽ അന്ധവിശ്വാസങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ കുറിച്ചും സമൂഹത്തെ നമ്മൾ ബോധവാന്മാരാക്കണം. എന്നാൽ ഒരു വിശ്വാസി ഇതിലൊക്കെ പൂർണ്ണമായ വിശ്വാസം അയാൾക്ക് ഉണ്ടാകും വേണം. ഒരു ലവലേശം സംശയം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ഓന്റെ ഈമാൻ ഔട്ടാണ്, ഓൻ വിശ്വാസത്തിൽ നിന്ന് പുറത്താണ്. എന്താണ് ഈമാൻ എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി എന്താ അന്ധവിശ്വാസം? എന്താ വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിക്കാൻ ഇസ്ലാമിൽ വളരെ എളുപ്പമാണ്. പ്രമാണങ്ങളിലുണ്ടോ അത് വിശ്വാസമാണ്, പ്രമാണത്തിലില്ലേ അത് അന്ധവിശ്വാസമാണ്. അതിന് കുറെ ഡിഗ്രിയും കുറെ പദവിയും കുറെ ഇൽമിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം എന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായ കാര്യം മതി. ഒന്ന്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് എന്താന്ന് കൃത്യമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഒരാൾക്ക് കഴിഞ്ഞാൽ പിന്നെ അന്ധവിശ്വാസത്തിന്റെ ഒരു വഴിയിലേക്കും ആ മനുഷ്യൻ തിരിഞ്ഞു പോകൂല.
ഈ വഹ്ദാനിയത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങൾക്ക് അന്ധവിശ്വാസത്തിന്റെ മാർഗത്തിലൂടെ നാം പരിഹരിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ സമാധാനം മൊത്തം നഷ്ടപ്പെടും. ബുദ്ധിശൂന്യമായ പല പ്രവർത്തനങ്ങളിലേക്കും ആളുകൾ നീങ്ങും. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഉദാഹരണമാണ് ഇതരങ്ങൾ. നമ്മുടെ നാട്ടിലുണ്ടായ നരബലി. ഒരു മനുഷ്യനെ അറുത്ത് 56 കഷ്ണങ്ങളാക്കി മാറ്റുക. സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടി പച്ചയായ ഒരു മനുഷ്യനെ 56 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് സൂക്ഷിച്ചു വെക്കുക. അതിനെ കുഴിച്ചിടെ സൂക്ഷിക്കുക. ഇതൊക്കെ അന്ധവിശ്വാസം. എത്ര നിങ്ങൾ ജനിച്ച കുഞ്ഞിന് മുലപ്പാല് നൽകരുത് എന്നൊരു തങ്ങൾ പറഞ്ഞു. ഒരു തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ചെറിയ ജനിച്ചു വീണ കുഞ്ഞിന് പാല് നിഷേധിക്കാം. നമ്മുടെ കേരളത്തിലുണ്ടായ വിഷയമാണ്. മരണപ്പെട്ട വ്യക്തിയുടെ മയ്യത്ത് മറമാടാതെ ആ മയ്യത്ത് ജീവനോടെ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മാസങ്ങളോളം ആ മയ്യത്ത് മറവയ്യാതെ സൂക്ഷിച്ചു വെച്ചു. ഇതൊക്കെ ഉണ്ടായത് നമ്മൾ കേരളത്തിലാണ്. 6 വയസ്സുള്ള കുഞ്ഞിനെ ദൈവവിളി പ്രതീക്ഷിച്ച് കഴുത്തറുത്തു കൊന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ മന്നനപ്പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ പ്രായപൂർത്തിയായ 2 പെൺമക്കളെ തലക്കടിച്ചു കൊന്നതാരെന്നറിയോ? തലക്കടിച്ചു കൊന്നത് വിദ്യാസമ്പന്നരായ മാതാപിതാക്കളാണ്. നല്ല ഉന്നത ജോലിയിലുള്ള മാതാപിതാക്കളാണ് ഒരു ചെറിയ കുഞ്ഞിനെ തലക്കടിച്ചു കൊല്ലുന്നത്. ഒരു സിദ്ധൻ പറഞ്ഞതിന്റെ പേരിൽ. ദോഷയുഗം മാറി നല്ല കാലം പിറക്കുമ്പോ മക്കളെന്ത് ചെയ്യും? പുനർജനിച്ചു വരുന്ന് ഏതോ ഒരു സിദ്ധൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അത് വിശ്വസിച്ചുകാണ്ട് തന്റെ പിഞ്ചു കുഞ്ഞിനെ തലക്കടിച്ചാണ് കൊല്ലുക. അമ്മ തന്റെ ഏറ്റവും ചെറിയ കുട്ടി എന്ത് ചെയ്തു? നിങ്ങൾ വാട്ടർ ടാങ്കിലിട്ട് കൊല്ലുകയാണ്. വാട്ടർ ടാങ്കിലിട്ട് കൊന്നതെന്തിനാ? ഈ കുഞ്ഞ് എന്റെ ഭർത്താവിനും എന്റെ മറ്റു മക്കൾക്കും ദോഷം വരുത്തുന്ന് ഇതേപോലെയുള്ള സിദ്ധം പറഞ്ഞു. അത് വിശ്വസിച്ചുകാണ്ട് ചെറിയ കുഞ്ഞിനെ വാട്ടർ ടാങ്കിലിട്ട് കൊല്ലുക. എവിടെന്നാ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രിയമുള്ളവരെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തെ പിടികൂടുന്നത്? ഭൗതികമായ അറിവ് പ്രിയമുള്ളവരെ മനുഷ്യനെ ധാർമ്മികതയിലേക്ക് എത്തിക്കുകയില്ല എന്നതിന്റെ കാഴ്ചയാണിത്. അതാണ് ചുറ്റുപാട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നഗ്നരായ മനുഷ്യരുടെ കാല് തൊട്ടു വണങ്ങുന്ന ആൾക്കാരുണ്ട്. ആരാന്നറിയങ്ങൾ? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്. ഒരു മനുഷ്യന്റെ ലിംഗത്തെ പൂജിക്കുക, ഒരു മനുഷ്യന്റെ ഗുഹ്യാവയവത്തെ അതിനെ ആരാധിക്കുന്ന ഒരു സമൂഹം. വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ ഉന്നതമായ ജോലിയിലുള്ള ആളുകൾ വരെ ഒരു മനുഷ്യന്റെ അവയവത്തെ, അവന്റെ ലിംഗാവയവത്തെ പൂജിച്ചുകൊണ്ടിരിക്കുക. ആൾ ദൈവങ്ങളുടെ മുന്നിൽ അഭയം തേടുന്ന ആളുകൾ കേവലം സാധാരണക്കാരായ മനുഷ്യന്മാർ മാത്രമല്ല, സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളുള്ള അലങ്കരിക്കുന്ന ആളുകളാണ് ഇന്ന് ആൾ ദൈവങ്ങളെ പൂജിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ചാന്ദ്രയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനകരമായൊരു ഉപഗ്രഹം അല്ലെ, അത് വിക്ഷേപിച്ച സമയത്ത് പോലും നമ്മുടെ രാജ്യത്ത് മുട്ടറുക്കൽ സമ്പ്രദായം ഉണ്ട്. എന്താ മുട്ടറുക്കൽ? ഒരു തേങ്ങയിലേക്ക് എല്ലാ പ്രശ്നങ്ങളും ആവാഹിച്ചെടുത്തിട്ട് ആ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുക. ഇത് എറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് ഒരു ഉപഗ്രഹത്തെ, രാജ്യത്തിന്റെ അഭിമാനമായ ഒരു സാധനത്തെ ആളുകൾ വിക്ഷേപിച്ചത്. അതുകൊണ്ടാണ് ചില യൂറോപ്യൻ നിരീക്ഷകന്മാർ പറഞ്ഞെന്തരങ്ങൾ, ഇന്ത്യയുടെ ഒരു കാല് ചാണകക്കുഴിയിലും മറ്റേ കാല് ശാസ്ത്രത്തിലുമാണ്. എന്തൊക്കെ വിശ്വാസമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്? കണക്ക് നോട്ടക്കാര് സയൻസ് കൊണ്ടും ടെക്നോളജികളെ കൊണ്ടും മനോഹരവൽക്കരിച്ചൊരു കാലഘട്ടം. ജ്യോതിശാസ്ത്ര പ്രകാരം നാളും നായികയും നോക്കുക. കന്നിമൂലം തൊട്ട് ശത്രു സംസ്കാര പൂജകൾ വരെ ഉണ്ട്. ഏലസ്, ഉറുക്ക്, ഐക്യല തൊട്ട് ഹോമം, ജപം വരെ. ഇതിന്റെയൊക്കെ 7 or 8 സ്റ്റെപ്പ് മേലെയാണ് ഇതരങ്ങൾ. ഇപ്പോ ലാസ്റ്റ് നടന്ന നരബലിയൊക്കെ. മുസ്ലിം സമൂഹത്തിലെ ചില ആളുകളെ വിശ്വാസം എന്താ?
മുസ്ലിം സമൂഹത്തിലെ ചില ആളുകളുടെ വിശ്വാസം പോലും വിചിത്രാണ്. ചുട്ട കോയിനുണ്ടല്ലോ, അൽഫാമാക്കിയ കോയിനെ ജീവനോടെ പറത്തിച്ചു ഒരു ഔലിയാന്ന്. എന്നിട്ട് അത് വിശ്വസിക്കുന്ന ഒരു കൗമ്. കഅബയെ തൊവാഫ് ചെയ്യാ അല്ലെ, കഅബനെ നമ്മൾ അങ്ങോട്ട് പോയി തൊവാഫ് ചെയ്യലാണ്. ഒരു തങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഒരു ഔലിയനെ കഅബ ഇങ്ങോട്ട് വന്ന് തൊവാഫ് ചെയ്തു. ഇതൊന്നും വെറുതെ പറയല്ല, പച്ചയായി കിതാബുകളിൽ ഔലിയാക്കന്മാരുടെ കറാമത്തായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. കഅബ ഇങ്ങോട്ട് വന്ന് തൊവാഫ് ചെയ്തു, മരിച്ചാൾ എഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കാം. ഒരുപാട് നമ്മൾ കേട്ടാണല്ലോ, സിയം വലിയുള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കാം. മക്കയിലെ മുശ്രിക്കിന് പോലും ആ വിശ്വാസമല്ല. മക്ക മുശ്രിക്കിന്റെ വിശ്വാസം എന്താ? ആരാ ലോകം നിയന്ത്രിക്കണതെന്ന്? ആരാണല്ലേ മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും? ആരാന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ മക്ക മുശ്രിക്ക് എന്താ പറയാറ്? അല്ലാഹ്. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ആരാ? സിയം വലിയുള്ളയാണ്. സിയം ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന് വിശ്വസിക്കാം. മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഔലിയ എന്ത് ചെയ്ത നിങ്ങൾ റൂഹണ് തട്ടിപ്പറിച്ചു. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങള്, പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സഹോദരങ്ങളെ കഴിയാത്ത കാര്യങ്ങൾ. യഥാർത്ഥ വിശ്വാസം എന്താണ് എന്നറിയാത്തത് തന്നെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ സമൂഹത്തെ കാർന്നു തിന്നാനുള്ള കാരണം. രണ്ടും കാര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങളോടുള്ള അമിതമായ ആഗ്രഹമാണ് ചില ആളുകൾക്ക് ഇത്തരം അന്ധവിശ്വാസത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. തനിക്ക് ലഭിച്ച സുഖങ്ങളും സൗകര്യങ്ങളും മതിയാവുന്നില്ല എന്നുള്ള തോന്നല്, അത് മതിയാകാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് കൂടുതൽ കിട്ടണം. അത് ലഭിക്കാൻ വേണ്ടി അവസരങ്ങൾ അന്വേഷിക്കണം. അവസാനം അന്ധവിശ്വാസങ്ങളിലേക്ക് ആ മനുഷ്യന്മാർ ചെന്ന് ചാടും. നിസ്സാരമായ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കി, ഇപ്പൊ ചില ആളുകളെ വിശ്വാസമുണ്ട്, ഇന്നും ഈ കാലഘട്ടത്തും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പുൽച്ചാടി അല്ലെ, പുൽച്ചാടി അത് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വീട്ടിലോ വന്നാൽ സമ്പത്ത് വർദ്ധിക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അല്ലെ, വലത്തേ കൈ ചൊറിഞ്ഞാൽ എന്താ പറയാ? ചില ആളുകൾ തമാശക്ക് പറയുന്നുണ്ട്, എന്നാ കാര്യത്തിൽ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അല്ലെ, വലത്തേ കൈ ചൊറിഞ്ഞാൽ പറയും ആ പൈസ ഇട്ടാണ്ട്. ഭാര്യയൊക്കെ വർത്താനോടെന്നിട്ട് പറയും എന്റെ കൈ വല്ലാത്ത ചൊറിച്ചിലുണ്ട്. ഇത് കാര്യത്തിലും തമാശക്ക് പറഞ്ഞവരുണ്ട്. അല്ലെ, കൈ വല്ലാതെ ചൊറിച്ചിൽ പൈസ ഇട്ടെന്ന് തോന്നുന്നുണ്ട്. അതിരാവിലെ തന്നെ കടയിൽ വന്ന് സാധനം വാങ്ങുന്ന ഒരാള് സാധനം വാങ്ങി അയാള് കടം പറയാതെ എന്ത് ചെയ്തു, റെഡി ക്യാഷാണ് തന്നാല് എന്താ വിശ്വാസം എന്ന് പറയുന്നത്? ഇന്നത്തെ കച്ചവടം ഉഷാറായിരിക്കും. കാരണം ആദ്യം വന്ന ആളെന്നെ പൈസ എന്നിട്ടാ പോയത്. ഇനി ആദ്യം വന്ന ആള് കടം പറഞ്ഞാലോ ഇന്നത്തെ കച്ചവടം ഫുള്ള് പോക്കാണെന്ന്. ആദ്യം കണി കണ്ട തന്നെ കടാണ്. ഇങ്ങോട്ട് എന്ത് ചെയ്യുന്ന ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, രണ്ടാമത് സാധനം വാങ്ങാൻ വരുന്ന ആൾക്കും അയാൾ പൈസ എന്നാലും പൈസ വാങ്ങൂല. അയാളെന്ന് പറയും ഇന്ന് പൈസ നടക്കുന്ന നാളെ തന്നാൽ മതി അറിയും, ഇങ്ങനെ കടം കൊടുക്കും. വിശ്വാസമാണ്. കാരണം ഇന്ന് ഫുള്ള് പോക്കായി കിടന്നു, ഇന്നത്തെ ദിവസം പോക്കാണ്. അതുകൊണ്ട് രണ്ടാമത് വന്ന ആളും എന്ത് ചെയ്യണം, അയാളും കടം വാങ്ങിയിട്ട് പോകണം എന്നുള്ള തീരുമാനമുണ്ട്. വിവാഹം, ബിസിനസ്, അല്ലെ, ഒരു വീടിന്റെ കുടിയിരിക്കല്, അതിന്റെ പുരക്ക് കുറ്റിയടിക്കാനൊക്കെ ആരെ വിളിക്കാം? നമുക്ക് പ്രധാനപ്പെട്ട ഒരാളും മതി. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജ്യോത്സ്യന്മാരെയും കണക്ക് നോട്ടക്കാരെയും തങ്ങന്മാരെയൊക്കെ വിളിച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. സ്ഥാപനത്തിലും കച്ചവടത്തിലും വീട്ടിലും ഓഫീസിലൊക്കെ ബറക്കത്തിനു വേണ്ടി ബദരീങ്ങളെ പേരെഴുതിയ ചാർട്ട് തൂക്കുക. ഇതൊക്കെ ഭൗതികമായ നേട്ടങ്ങളോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ടുവരുന്ന അന്ധവിശ്വാസങ്ങളാണ്. പിന്നെ അകാരണമായ ഭയം കൊണ്ടുവരും അന്ധവിശ്വാസങ്ങൾ. അകാരണമായ ഭയം അല്ലെ. ഇപ്പൊ ചില ആളുകൾക്ക് മൂങ്ങന്റെ ശബ്ദം കേൾക്കാൻ പറ്റൂല. മൂങ്ങയുടെ ശബ്ദം കേട്ടാല് കുടുംബത്തിൽ മരണം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ, കാക്ക നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തും അല്ലെ കാക്ക വന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാല് എന്താ അന്ന് വിരുന്നാർ വരും. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട കാര്യങ്ങളാണ്. അല്ലെ, കാക്ക വരുന്ന അല്ലെ, കാക്ക വന്നാല് വീട്ടില് വിരുന്നാര് വരാണ്ടെന്ന് വിശ്വസിക്കുക. 13 എന്ന് പറയുന്ന നമ്പറിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. 13 നമ്പറിനെ പേടി. അല്ലെ, കറുത്ത പൂച്ചനെ കണ്ട പേടി.
ഒരു കറുത്ത പൂച്ച വിലങ്ങ് വാഞ്ഞാല് ഒരു ഇന്റർവ്യൂവിന് പോലെ ആണെങ്കിൽ പോലും അയാൾ ഇന്റർവ്യൂ റദ്ദാക്കാണ്. കാരണം അത് എന്തോ അപകടം വരാണ്ടെന്നുള്ള സൂചനയാണ് എന്ത് കറുത്ത പൂച്ച പാഞ്ഞ്. ഇന്റർവ്യൂ കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, മരിച്ചാൽ എന്നാ മതി എന്നാണ്. ചൊവ്വാഴ്ചനെ പേടിക്കുക. എപ്പോഴും ചൊവ്വാഴ്ചയെ ചൊഗ്ഗില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പല്ല് ചലച്ചാൽ എന്താ പറയാ അല്ലെ? പല്ല് ചലച്ചാല് അല്ലെ പറയേണ്ടത് മുഴുവൻ നോണയിക്കാരം. എന്നിട്ട് പല്ല് ചലച്ചാൽ പറയും അജു പറഞ്ഞത് സത്യാന്ന്, പല്ല് വരെ സമ്മതിച്ചു എന്നാണ്. അല്ലെ കണ്ണിന്റെ പുരുകൻ തുള്ളിയാല്, അല്ലെ മണ്ണട്ടയെ വിരിപ്പ് കണ്ടാല്, അല്ലെ മണ്ണട്ടയെ വിരിപ്പ് കണ്ടാൽ പറയും മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കുടിക്കാതെ അത് പോകൂലെന്ന്. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങള് സഹോദരങ്ങളുടെ സമൂഹത്തിലുണ്ട്. കോഴിമുട്ടയില് എന്തെങ്കിലുമൊക്കെ എഴുതുക, എന്തെങ്കിലും നമ്പറോ അല്ലെങ്കിൽ അലിഫുബാവും കുറെ സൂറത്തൊക്കെ എഴുതിയാണ്ട് അത് വീടിന്റെ 4 മൂലയിൽ കൊണ്ടുപോയി കുഴിച്ചിടുക. അതിനെ പേടിക്കുന്ന ആളുകൾ. ഇതൊക്കെ അകാരണമായ ഭയത്തിൽ നിന്ന് വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരം ഭയങ്ങള് മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ട് പതിക്കുക ചെയ്യുള്ളൂ. അതുകൊണ്ട് പരിപൂർണമായി സഹോദരങ്ങളെ നമ്മളതിൽ നിന്ന് മോചിതനാവണം. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറിയ രൂപത്തിലെങ്കിലും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ആൾക്കാർ പോലും ചെറിയ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ പോലും തന്റെ വീട്ടിലുണ്ടാക്കിയ കഞ്ഞിമൂലയുടെ പ്രശ്നമാണ് തന്റെ കുടുംബത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ആ കഞ്ഞിമൂലയിൽ ഉണ്ടാക്കിയ ബാത്റൂം പൊളിച്ചു കളഞ്ഞ ആൾക്കാർ സലഫി കുടുംബത്തിലുണ്ട്. എനിക്കറിയാം. എന്താ നിങ്ങള് നാട്ടുകാരും വീട്ടുകാരൊക്കെ സ്വൈര്യം കെടുത്തുമ്പോ എന്താ പറയാന്നറിയോ? എനിക്കതിനൊന്നും വിശ്വാസമല്ല, എന്നാലും എല്ലാരും പറയല്ല പൊളിച്ചു കളയാന്നാണ്. അതാണ് സലഫി കുടുംബത്തിലെ ആളുകളെ പോലും വിശ്വാസം എങ്ങനെയാണ്. കുറെ കേൾക്കുമ്പോഴേ ചില കാര്യങ്ങൾ കുറെ കേൾക്കുമ്പോ എന്താ പേടി വരും. നാട്ടുകാർ പറയുന്നുണ്ട്, അയൽവക്കാർ പറയുന്നുണ്ട്, സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലാതെക്കൂല, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും അത് പൊളിച്ചു കളയാ. അപ്പൊ എല്ലാരും പറയല്ലേ എന്നാണ്. ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു അളവ് പ്രിയമുള്ളവരെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടായാൽ നമ്മുടെ ഈമാന് പൂർത്തിയാവൂല. അതുകൊണ്ട് എന്താണ് വിശ്വാസം എന്നും എന്താണ് അന്ധവിശ്വാസം എന്നും ശരിക്ക് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ സഹോദരങ്ങൾ നമ്മൾ തയ്യാറാകണം. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പ്രിയമുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി മനസ്സിലാക്കുന്നുള്ളത് തന്നെയാണ്. ആരാണ് അള്ളാഹു എന്ന് കൃത്യമായി നമ്മൾ അറിയണം. തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. തൗഹീദ് റുബൂബിയ്യയുണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യുണ്ട്, തൗഹീദുൽ അസ്മാ വ സിഫാത്തുണ്ട്. ഇത് മൂന്നും ഒരാളെ മനസ്സിലാക്കി വിശ്വസിച്ചെങ്കിലേ അയാളെ ഈമാന് പൂർത്തിയാവുള്ളൂ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്താ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ? വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്. 1 2 1 മാസം 2 മാസം എന്ന് ഖുതുബ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. തൗഹീദുർ റുബൂബിയ്യയും ഉലൂഹിയ്യയും അസ്മാ വ സിഫാത്തൊന്നും. എന്താ തൗഹീദു റുബൂബിയ്യ? എന്താ അല്ലെ? ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നതും അതിനെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ് എന്ന് ഒരാള് പൂർണ്ണമായി വിശ്വസിക്കണം. അതിലൊരു ഇടയാളിനൊരു പങ്കുകാരൻ അള്ളാഹ്ക്കില്ല. അതാ തൗഹീദുർ റുബൂബിയ്യത്ത്. ഇതുള്ള ഒരാൾ എങ്ങനെയാണ് ലോകം നിയന്ത്രിക്കുന്ന CM ആണെന്ന് വിശ്വസിക്കാം? തൗഹീദുർ റുബൂബിയ്യത്ത് ഉലൂഹിയ്യത്ത് എന്താ? ആരാധ്യതയിലെ ഏകത്വമാണ്. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ നേർച്ച, നമ്മുടെ ബലി, എല്ലാം അതിന്റെ ഇടയിൽ ഒരാളും ആവശ്യമില്ല. അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുക. ആരുടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും വേണ്ട. നേർച്ച അള്ളാഹ്ക്ക് മാത്രം. നേർച്ച ഉണ്ടോ? ഇസ്ലാമിൽ നേർച്ച ഉണ്ട്. ആ നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ.
ബലി അള്ളാന്റെ പേരിൽ മാത്രമേ അറുക്കാൻ പാടുള്ളൂ. ഒരാളെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അറുക്കേണ്ട ആവശ്യമല്ല. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. തൗഹീദുൽ അസ്മാഉ വസിഫാത്ത് എന്താ? അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളിലുള്ള ഏകത്വമാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ആരാ ഗൈബ് അറിയുന്നവൻ? അള്ളാന്റെ സിഫത്താണ്. അള്ളാഹു ആലിമുൽ ഗൈബാണ്. അപ്പൊ ഗൈബ് അറിയുന്നവൻ, അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചാൽ ഒരാളെ തൗഹീദുൽ അസ്മാഉ വസിഫാത്ത് ക്ലിയറായി. അതല്ല കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ പറഞ്ഞ് ഒരാളെ മൊയ്തീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിച്ചാൽ, കുപ്പിക്കകത്തൊരു വസ്തുവിനെ കാണുന്നത് പോലെ മനുഷ്യന്മാരുടെ ഹൃദയത്തിലുള്ളത് ഗൈബിയായ കാര്യം മൊയ്തീൻ ശൈഖിനെ അറിയുന്ന ഒരാൾ വിശ്വസിച്ചാൽ അവിടെ തൗഹീദുൽ അസ്മാഉ വസിഫാത്ത് പൊളിഞ്ഞു. എന്താണ് കൃത്യമായി തൗഹീദ് നമ്മൾ പഠിക്കണം. ഇത് വിശാലമായ വിഷയമാണ്. തൗഹീദുൽ ഉലൂഹിയ്യത്തും റുബൂബിയ്യത്തും അസ്മാഉ വസിഫാത്തും നമ്മൾ പഠിക്കുക. എങ്കിൽ അന്ധവിശ്വാസത്തിന്റെ ഒരു മാർഗത്തിലേക്ക് ഒരാൾ പോവില്ല. രണ്ടാമത്തത് പ്രിയമുള്ളവരെ, ഖദറില് അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം. സമൂഹം നമ്മെ നശിപ്പിക്കാൻ തീരുമാനിച്ചാലും നമ്മെ നശിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതിന് ആര് എത്ര വലിയ മീറ്റിംഗ് കൂടിയിട്ടും കാര്യമില്ല. വഅലം അന്നൽ ഉമ്മ, ഒരു അറിയണം, അന്നൽ ഉമ്മ തീർച്ചയായും ഒരു സമൂഹം അലാ യൻഫഉക ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ഒരു സമൂഹം ഒന്നടങ്കം സംഘടിച്ചിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹു നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുള്ളൂ. ഒരു സമൂഹം ഒന്നടങ്കം എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് തീരുമാനിച്ചു, ആ ഉപകാരങ്ങൾക്ക് കിട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഉപകാരം ഉണ്ടാവുള്ളൂ. അത് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അതാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്. എല്ലാ നിസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകാൻ ഒരാളില്ല, നീ നൽകിയതിനെ തടയാനും ഒരാളെ കൊണ്ട് പറ്റൂല. ഇതൊരാളെ മനസ്സിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവണം. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം അവനക്ക് വന്നാൽ അവൻ സർറ ഉശക്കറ, പടച്ചവനോട് നന്ദി കാണിക്കും, ശുക്ർ പറയും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലോ ഒരു മുഅ്മിനാണോ അയാൾ ക്ഷമിക്കും. രണ്ടും അയാൾക്ക് ഖൈറാണ്. അവൻ ക്ഷമ കാണിക്കും, ബുദ്ധിമുട്ട് വന്നാൽ. സന്തോഷം ഉണ്ടായാൽ പടച്ചവനോട് നന്ദി കാണിക്കും. ഇത് ആർക്കേ പറ്റുള്ളൂ? മനസ്സിൽ ഈ ഖദറിലുള്ള വിശ്വാസമുള്ള ഒരാളൊക്കെ പറ്റുള്ളൂ. ഏതു കാര്യങ്ങൾക്കും അവർ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തവക്കുലാക്കും. ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുകയാണ്, ഒരു കട നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ചെയ്യേണ്ട പണി എന്താ? ഒരു വിശ്വാസിയാണോ, ഖദറിൽ വിശ്വാസമുള്ളവനാണോ, അവൻ എന്താ ചെയ്യാ? വശാവറഹും ബിൽ അംർ. ഖുർആൻ പറഞ്ഞാണ് വശാവറഹും ബിൽ അംർ. കാര്യങ്ങൾ എന്ത് ചെയ്യാ? കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായി കൂടിയാലോചിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു മര്യാദയാണ്. കാര്യങ്ങൾ കൂടിയാലോചിച്ച് സ്വന്തം ഇഷ്ടത്തിനൊരു കാര്യം ചെയ്യാൻ പാടില്ല. അല്ലെ, ബാപ്പാനോടും ഉമ്മാനോടും കുടുംബത്തിലൊക്കെ അഭിപ്രായം ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. തീരുമാനമായാൽ അള്ളാഹുവിലേക്ക് തവക്കുലാക്കണം. എന്നിട്ടോ 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു പ്രവാചകൻ. 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക എന്നുള്ള പ്രാർത്ഥനയാണ്. സുദീർഘമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വരുന്നത് നന്മയാണെങ്കിലും ആ ബിസിനസ് കൊണ്ട് തകർന്നു എന്ന് വിചാരിക്കുക, അള്ളാന്റെ വിധിയായിട്ട് കണക്കാക്കുക. അതിൽ ഖൈർ കിട്ടിയാലും അള്ളാന്റെ വിധിയാണ്, ഷർറാണെങ്കിലും അള്ളാന്റെ വിധിയാണ്. ഇതാണ് ഖദറുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതിൽ തൃപ്തിപ്പെടുക.
പടച്ചോൻ തന്നതിൽ ഒരു തൃപ്തി ഉണ്ടാകണം. അത് എന്ത് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ സാസം പറഞ്ഞു, അള്ളാഹു നിനക്ക് വിഹിതമായി നിശ്ചയിച്ചതിൽ എന്ത് ചെയ്യണം? നീ തൃപ്തിപ്പെടണം. എങ്കിൽ നിനക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ധന്യനായിട്ട് മാറാൻ പറ്റും. ഈ ദുനിയാവിലെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും നല്ല അനുഗ്രഹം എന്താണെന്നറിയും? പ്രവാചകൻ സാസം പറഞ്ഞത് ഒരു നല്ല ഭാര്യ, നല്ലൊരു വീട്, താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീട്, അവന് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. ഇത് മൂന്നും ഒരാൾക്ക് ദുനിയാവിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഈ ദുനിയാവ് മൊത്തം നേടിയവനെ പോലെയാണ്. ഈ ഒരു വിശ്വാസം ഉണ്ടോ പ്രിയമുള്ളവരെ? ഒരു അന്ധവിശ്വാസത്തിന്റെ മാർഗത്തിലേക്കും ഒരാളും ചെന്ന് പതിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം അള്ളാഹു മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഈമാന് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.